ഭാര്യയുടെ ഞെട്ടിക്കുന്ന സ്വപ്നങ്ങളാ കാണുന്നത്. ഞാനും എന്റെ കെട്ട് കഴിഞ്ഞു വരെ കണ്ടു. കല്യാണം മുടക്കാൻ ഓരോ നമ്പർ കാണിച്ച് കാണിച്ച് കല്യാണം നേരത്തെ. ഇനിയിപ്പോ എന്ത് ചെയ്യടാ? ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിൽ ഇരിപ്പണ്ടല്ല, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. എനിക്ക് ഒന്ന് ഫോൺ ചെയ്യണം. എടാ ചേട്ടാ, ഒരു അത്യാവശ്യം ഒന്ന് വിളിച്ചോട്ടെ. അല്ല അത് പിന്നെ എത്രയുടെ? 4850. എന്താശാന ഇതെല്ലാം നടക്കോ? റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. റിങ് ചെയ്താൽ എടുക്കുന്ന നമ്പറായിട്ടേ ദേ ഇവിടെ ഒത്തിരി പേരുണ്ട്. ഒന്നൂടെ. കിട്ടുന്നില്ല. അതിന് വിളിച്ച സ്ഥലത്ത് ഫോൺ വേണം. ഫോൺ എടുക്കുന്നില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ഹലോ ഹലോ, അനിയൻകുട്ടി ഉണ്ടോ? റോങ് നമ്പർ. റോങ് നമ്പർ ആണെന്ന് പറഞ്ഞല്ലേ? താനെന്തിനാ ചൂടാവണേ? ഓ, അനിയൻകുട്ടി ആയിരുന്നോ? എന്റെ പൊന്ന് അനിയൻകുട്ടി, ആ പെണ്ണ് എനിക്ക് സ്വൈരം തരുന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ 240 തവണ ഫോൺ ചെയ്യും. അവളും അടുത്ത് പിന്മാറിയില്ലല്ലേ? എവിടെ? ആ, നിന്റെ ഡാഡി വിളിച്ചിരുന്നു. ഞാൻ നിന്റെ ഈ ലവിന്റെ കാര്യം പറഞ്ഞു. നിന്റെ ഡാഡി സമ്മതിച്ചു. ഉടനെ അവര് വരാന്ന്. എന്ത് കാര്യത്തിന്? അവര് വരുമ്പോഴേക്കും പെണ്ണ് വല്ലോന്റെ ഭാര്യയെ കഴിഞ്ഞിരിക്കും. നീ ആ കല്യാണം ഇതുവരെ മുടക്കിയില്ലേ? മുടക്കാൻ വെച്ച പാലം ഉറപ്പിൽ കലാശിച്ചു. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പപ്പി എനിക്ക് നഷ്ടപ്പെടും. അവൾ ഇതുവരെ അവനെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. എങ്കിലൊരു കാര്യം ചെയ്, നീയാണ് ഫോൺ ചെയ്യാറുള്ള അനിയൻകുട്ടി എന്നും പറഞ്ഞ് ഒന്ന് നേരിൽ കാണും. സംഗതി പൊളിഞ്ഞ പിന്നെ രണ്ടാലൊന്നും ആലോചിക്കണ്ട. എന്ത് കഠിന പ്രവൃത്തി ചെയ്തിട്ടാണേലും രണ്ടിനെയും തമ്മിൽ പിരിക്കണം. ചെയ്യായിരുന്നു, പക്ഷെ കൊച്ചൂർപ്പിനെ ഓർക്കുമ്പം അതിനേക്കാൾ ഏറെയല്ലേ നിനക്ക് നിന്റെ പപ്പിയോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന് മുന്നിൽ നീ കാണിക്കുന്നത് എന്തും ദൈവം പോലും ക്ഷമിക്കും. ആദ്യം അവളെ ഒന്ന് കാണാം. എക്സാം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ മടങ്ങണം കേട്ടോ ആന്റി? തലേന്ന് രാവിലെ തന്നെ പെണ്ണിനെ ഇവിടെ എത്തിച്ചേക്കാം പോരെ? വീട്ടിലൊന്ന് പോയി വന്നാ പിന്നെ തിരിച്ചു പോകാൻ വലിയ മടിയാ എനിക്ക്. ജോലി കളയാനും പറ്റത്തില്ലല്ലോ. ആന്റി, ഈ ഡ്രസ് ഇടാല്ലേ? നിന്റെ ഇഷ്ടം മോളെ. ഇന്നിവക്ക് എന്തു പറ്റി? അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോണ കാര്യം പറയുമ്പോ എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണാ. ഈ എക്സാം കൂടി കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും. ഏയ്, കല്യാണം ഉറപ്പിച്ചെന്റെ സന്തോഷമായിരിക്കും. അവൾക്ക് കല്യാണക്കാര്യത്തിന് താല്പര്യമില്ലായിരുന്നു, നിർബന്ധിച്ച് സമ്മതിപ്പിച്ച. നോക്കിട്ട് വരാം. എന്നെ മനസ്സിലായോ? ഇല്ല. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ? ഇല്ല, നല്ല ഓർമ്മ കിട്ടുന്നില്ല. എങ്കിൽ ഇനി കൂടുതൽ ആലോചിക്കണ്ട, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാ കാണണേ. ആരാന്ന് പറഞ്ഞില്ല. ഞാൻ ഇവിടുത്തെ പത്മജയുടെ ഫ്രണ്ടാ. നാട്ടിൽ വന്നപ്പോ ഒന്ന് കാണണോന്ന് കരുതി. വിളിക്കാം, വരൂ. മോളെ പത്മജേ. പിന്നെ ഒരു കാര്യം, കല്യാണ സാരി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തോളാം. അതെന്റെ പ്രസന്റ് ആയിക്കോട്ടെ. ആക്സിഡന്റ് ആന്റി. സംസാരിച്ച് നിന്നാലേ സമയം പോണെന്നറിയില്ല. ആരത്? വണ്ടി എടുത്തോ, വിട്ടോടാ. അയാളെവിടെ പോയോ? ആരാച്ചാ വന്നത്? ഇവളെ കാണാന്ന് പറഞ്ഞു വന്നതാ. എന്നെ കാണാനോ? പിന്നെന്തിനാ അവൻ ഓടിയത്? ഇനി വല്ല കള്ളനുമായിരിക്കോ? ഒരു കള്ള ലക്ഷണം അവനുണ്ടായിരുന്നു. ആരെങ്കിലും ആവട്ടെ. മോളെ, നമുക്ക് ട്രെയിനിന് സമയമായി, ഇറങ്ങാം. ആ കൊച്ചുകുറുപ്പിനെ കണ്ടില്ലല്ലോ. വരും മുതലാളി, വരും. സാർ കാശ്. ഓ, ടെൻഷൻ കൊണ്ട് മറന്നാ. എന്നാ മോർഫിംഗ്. അതെ, മോർഫിംഗ്. കേട്ടോ സാർ, സൂക്ഷിച്ചു പോ. അവന്റെ മുഖം മൂടി വലിച്ച് കീറുപോയില്ലേ? നിൽക്കണ അവിടെ. എന്നോടാണോ? നീ
മുടി കടിച്ചു കീറി ഞാൻ. അയ്യോ ആളത്തിനെ പിടിച്ചേക്കണേ. പിടിക്കടാ, അച്ചു അവനെ. നോക്കി നിൽക്കാൻ അവനെ പിടിയടാ പട്ടികളെ. രാജന്മാര് വരണ്ടേ. അയ്യോ ചവന്തീനി അയാളെന്നെ കടിച്ചീറാൻ വന്നു. കളിച്ച് കളിച്ച് ഇയാള് മേലുപദ്രവം തുടങ്ങിയോ? ആ നീ വണ്ടി കയറ്, ഇറങ്ങി കാര്യം മുടക്കണ്ട. എങ്ങട് കല്യാണ ഡ്രസ് എടുക്കാൻ കേറുന്നടാ. ഓണ ശവന്തീനി. മുതലാളി അവര് രണ്ടുപേരെയും ശ്രദ്ധിച്ചായിരുന്നോ? അത് രണ്ടും കൂടെ ഒന്നല്ല, രണ്ടാ. അപ്പോഴിത് മോർഫിംഗ് അല്ല, തെറ്റുപറ്റിയത് നമുക്കാ. മുതലാളി, ഞാൻ നാന വായിച്ചെല്ലാം പഠിച്ചു. ഇതൊരു പുതിയ ടെക്നിക്കാണ്, ഒരാളെ രണ്ടാളാക്കി മാറ്റുന്ന വിദ്യ. ഇതിന് ക്ലോണിംഗ് എന്ന് പറയും. എന്താ ക്ലോണിംഗ്. ഇതിന് ക്ലോസിംഗ് എന്ന് പറയും. നിന്റെ ചാപ്റ്റർ ക്ലോസ്. ഇത് കൊള്ളാം. ഇതൊരു ജോഡി എനിക്കെടുത്താലോ? കല്യാണത്തിന്റെ അന്ന് ചെത്താം. ചെത്താൻ പറ്റിയ പ്രായം. പാടത്ത് കോലം വെച്ച പോലെ ഉണ്ടാവും. എന്റെ മനുഷ്യ, ഇത് പിള്ളേർക്കുള്ള ഡ്രസ്സാ. നിനക്കിത് ഇഷ്ടപ്പെട്ടോ നോക്കിയേ. എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല, പിന്നെയല്ലേ ഡ്രസ്. എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം. എന്താടാ? അച്ഛനല്ല നീ ഒന്നും എടുക്കുന്നില്ലേ? അത് ഞാൻ എന്താടാ? അല്ല, അപ്പുറത്ത് നല്ല സെലക്ഷൻ ഉണ്ട്, ചെന്ന് നോക്കടാ. ആ പിന്നെ രുക്മിണി, നിനക്ക് ഈ കല്യാണത്തിന് രക്ഷപ്പെടാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചു. അല്പം സാഹസമാണ്, റിസ്ക് ഉണ്ട്, എന്നാലും പറയാം. പറയടാ. കല്യാണത്തിന്റെ അന്ന് രാവിലെ ഇവിടുന്നുള്ള ഫസ്റ്റ് ട്രെയിനിൽ നീ ഒളിച്ചോടുന്നു. ബാംഗ്ലൂരിലുള്ള എന്റെ വീട്ടിൽ നീ എത്തുന്നു. അവിടെ ചെന്ന് നീ നിന്റെ പത്മജിയെ കണ്ടെത്തുന്നു. എന്താ ആലോചിക്കണേ? നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ഓർത്തിട്ടാണോ? അവരെങ്ങനെയെങ്കിലും പിന്നീട് പറഞ്ഞ് ആശ്വസിപ്പിക്കാം. പക്ഷേ പുതിയൊരു ജീവിതവും സ്വപ്നം കണ്ട് മണ്ഡപത്തിലേക്ക് അണിഞ്ഞൊരുങ്ങി വരുന്ന ആ പെണ്ണിനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലടാ ഈ ഒളിച്ചോട്ടം. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇഷ്ട. പെണ്ണ് മണ്ഡപത്തിലെത്തും. നിന്നെ കാണാതെ അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകുകയും ചെയ്യും. അപ്പോഴാണ് എന്റെ എൻട്രി. നിനക്ക് വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്യും. ഞാൻ അവളെ കിട്ടും. നിന്നെക്കാളും ഒട്ടും മോശമല്ലാത്ത എന്നെ സ്വീകരിക്കാൻ അവളുടെ ബന്ധുക്കൾ തയ്യാറാകും. അപ്പൊ നിന്റെ പപ്പി? പപ്പി കുപ്പിയാ. ഇന്നലെ കണ്ട പപ്പിയേക്കാൾ എനിക്ക് വലുത് നീയാടാ. എല്ലാം നിനക്ക് വേണ്ടിയാ. നിന്നോടുള്ള ആത്മാർത്ഥ കാരണ, സ്നേഹം കാരണ. ഇതിനൊക്കെ പകരം ഞാൻ എന്താടാ ചെയ്യാ? നിന്നെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അത് നിനക്ക് എപ്പോഴെങ്കിലും ബോധ്യാവും. അല്ല, അത് നിനക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ എന്ന്. ഇതെങ്ങനെയുണ്ട്? എന്ത് തമാശ നടന്ന ഇത്ര സന്തോഷിക്കാൻ? ഞാൻ ഇവനൊരു ടേണിംഗ് പോയിന്റ് പറഞ്ഞു കൊടുത്തു. ഇവൻ ടേണിംഗ് പോയിന്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊന്ന് നോക്കിയേ, കല്യാണ ഷർട്ടിനുള്ള തുണിയാ. നീ നോക്കിക്കേ. ഇഷ്ടപ്പെട്ടോ? മുറിക്കാനാ? നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? എത്രയാ നിന്റെ അളവ്? എത്രയാ? 2.5 മീറ്റർ ഫുൾ കൈ. നീ എന്തിനാ എല്ലാ കാര്യം അവനോട് ചോദിക്കണേ? കെട്ടാൻ പോണതവനാണോ? അച്ഛനെല്ലാം അറിഞ്ഞു തോന്നണേ. പട്ടി അത് നമുക്കല്ലേ അറിയൂ. ഹലോ, ഇന്ന് തന്നെ അയച്ചേക്കണം. നാളെ എങ്കിലും കിട്ടണം. ഓണമൊക്കെ കഴിഞ്ഞ് റിങ് ചെയ്താ ഒരിക്കലും എടുക്കാത്ത നമ്പറായിട്ട് ഒരുത്തം പന്നുണ്ട്. വെറുതെ സമയം മെനക്കെടുത്താൻ. ഒന്ന് വിളിച്ചോട്ടെ. അയാളൊന്ന് ഇറങ്ങിക്കോട്ടെ. 4850. അതെ, പഴയ നമ്പർ തന്നെയല്ലേ, അത് കിട്ടൂല. കരിനാക്കെടുത്ത് വളയ്ക്കാതെ. ഇതെന്താ നേർച്ചയാണ്? കൽക്കട്ടയ്ക്ക് ഒന്ന് വിളിക്കണല്ലോ. അതെ, ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ട്രൈ ചെയ്ത് തന്നെ മെനക്കെടുത്തരുത്. ഹലോ ഹലോ ഹലോ, ഞാനാ.
ഇത്രയും കാലം ഫോൺ കിട്ടാനിട്ടായിരുന്നു. കിട്ടിയപ്പോ ഒന്നും മിണ്ടുന്നില്ല. എന്താ ഇത്? ഹലോ, എന്താ എന്നെ പിന്നെ വിളിക്കാഞ്ഞത്? വിളിക്കണുണ്ടായിരുന്നു. കിട്ടണ മുഴുവൻ റോങ് നമ്പറാ. ഞാനിപ്പോ നാട്ടിൽ ഈ ഫോൺ ഒന്ന് കിട്ടാൻ വേണ്ടി ദിവസം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയത്. ഞാൻ വലിയ ടെൻഷനിലായിരുന്നു. അതിനേക്കാൾ വലിയ ടെൻഷനില്ല ഞാൻ. എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. എന്നെ കൊണ്ടുപോവോ? ഞാൻ വിളിച്ചാ വരുമോ? എവിടെ വേണേലും വരാം. എന്നാ ഞാൻ ബാംഗ്ലൂർക്ക് വരട്ടെ? അത് വേണ്ട, ഞാൻ ഇന്ന് നാട്ടിൽ പോവാ. എന്നാ ഞാൻ വീട്ടിലേക്ക് വരാം. വീട് എവിടാന്ന് പറഞ്ഞാ മതി. വേണ്ട, എന്റെ അമ്മമാര് ഭയങ്കര പ്രശ്നക്കാരാ. അനിയൻകുട്ടി പറ, ഞാൻ എവിടെയാ വരണ്ടേ? എന്റെ വീട്ടിൽ നിന്ന് കൊറേ ദൂരമുണ്ട് ഒരുവാതിൽ കോട്ടയ്ക്ക്. സാരില്ല, ഞാൻ എങ്ങനെയെങ്കിലും എത്താം. എപ്പോഴാ വരണ്ടേ? 27 തീയതി രാവിലെ 8 മണിക്ക് വന്നാ മതി. 27 തീയതിയോ? എന്താ ഒന്നും പറയാത്തത്? ഞാൻ കാത്തു നിൽക്കും. അനിയൻകുട്ടി, വീട്ടുകാർക്ക് മുഴുവൻ അപമാനം വരുത്തി വെച്ചിട്ടാ ഞാൻ ഓടിപ്പോരുന്നത്. വരാതിരിക്കോ? വന്നില്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയാ മതി. എങ്കിൽ അടുത്ത ട്രെയിനിന് ഞാൻ തലവെക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എത്തിയിരിക്കും, തീർച്ച. ഞാൻ ബുക്ക് സ്റ്റാളിന്റെ മുന്നിൽ കാത്തു നിൽക്കും. എന്നാ ഞാൻ വെച്ചേക്കട്ടെ? കൽക്കട്ട കൽക്കട്ട. ഇത്രയും നാള് വിളിച്ചിട്ട് കിട്ടാത്തതിലുള്ള നഷ്ടമൊക്കെ നികത്തി തന്നെ നന്ദി. ഇതാ ബില്ല്, 740 രൂപ. ഇന്നാ 800 രൂപയുണ്ട്. ബാക്കി താമസം. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. ഞാൻ തെറ്റിദ്ധരിച്ച്. ഇടക്കിടക്ക് വരണേ. എന്നാ ഞാൻ പോട്ടെ. വേഗം കൊടുക്ക്. അതെ, നമുക്ക് ഈ ബസ് വേണ്ട. അതിന് പകരം 10 അംബാസഡർ കാർ ആയിക്കോട്ടെ. പിന്നെ ചെക്കനെ പെണ്ണിനെ ഇരിക്കാൻ ഒരു CN. ഈ കാറുകൾ ഇങ്ങനെ നിരനിരയായി നമ്മുടെ പച്ചപ്പട്ട് വിരിച്ച ഗ്രാമത്തിലൂടെ പോകുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. സങ്കല്പിച്ചു. സംഗതി നല്ല സുഖമുണ്ട്. എടാ ചെറുക്ക, നീ എന്നെ കുളിപ്പിച്ച് കരുതുന്ന ലക്ഷണമാണല്ലോ. അച്ഛാ, ഈ കല്യാണം ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ. അവിടെ പണം ഒരു പ്രശ്നമാക്കരുത്. മൊത്തം ബില്ലിംഗ് ഐ വിൽ പേ. എനിക്ക് ഒറ്റ ദുഃഖേ ഉള്ളൂ, ഈ കല്യാണം കാണാൻ എന്റെ ഡാഡി മമ്മി ഇവിടെ ഇല്ലല്ലോ. പാവങ്ങൾ. ഉടനെ ഒരു കമ്പി അടിച്ചാ വരുമോ? ബുദ്ധിമുട്ടാ. ആ കുഴപ്പമില്ല, അവരെ നമുക്ക് വീഡിയോ കാണിക്കാം. ആ പിന്നെ സദ്യക്ക് ബോളി ഉണ്ട്. എത്തിയല്ലോ കാലാൽപ്പട. നമസ്കാരം. ആ ഉണ്ണിത്താന്റെ ആക്രമണം ഏത് നിമിഷത്തിലും ഉണ്ടാകാം. അതിലൊരു മുൻകരുതലാ. ഇവരെ ഷൊർണൂര് രാഷ്ട്രീയ ഗുണ്ടകളാ. ചോരകൻ തറപ്പ് മാറിയവർ. വിശ്വസിച്ചേൽപ്പിക്കാം. നീ ഇതെവിടെയായിരുന്നു? ഇതൊരു കല്യാണ വീടാ. മണവാളിനെ പലരും തിരക്കും. എനിക്ക് പകരല്ല ചെവിൻ ഇവിടെ നിർത്തിയത്. എന്നാ ഒരു കാര്യം ചെയ്യാം, നാളെ നിനക്ക് പകരം ഇവനെ കൊണ്ട് കെട്ടിച്ചേക്കാം. അല്ല, നീ സത്യം പറഞ്ഞോടാ? ഇങ്ങൊന്നേ. എന്താണ്? ഒന്നും അറിഞ്ഞിട്ടില്ല. നീ ആയിട്ട് അറിയിക്കാതിരുന്നാ മതി. പിന്നെ എന്തിനാ എപ്പോഴെപ്പോഴും കൊള്ളിച്ചു പറയുന്നത്? എടാ, അത് നമ്മുടെ മനസ്സിൽ കള്ളത്തരമുള്ളോണ്ട് തോന്നണല്ലേ. ആട്ടെ, നീ ഇതുവരെ എവിടെയായിരുന്നു? എടാ, ഒരു ട്വിസ്റ്റ് ഉണ്ടേ. എന്താ ടിക്കറ്റ് കിട്ടിയില്ലേ? ഒന്നല്ല 2 എണ്ണം. ഒക്കെ എന്തിനിപ്പോ 2 എണ്ണം? ഞാൻ ഒറ്റക്കല്ലല്ലോ പോന്നത്, അവളും ഇല്ലേ? ഏതാ അവള്? മേരി മൊഹബത്ത്, ബാംഗ്ലൂർ ലड़की. അതേടാ, എനിക്ക് അവളെ ഫോണിൽ കിട്ടി. അവളുടെ കല്യാണമൊന്നും, പക്ഷെ എന്റെ കൂടെ ഇറങ്ങി വരാന്ന് പറഞ്ഞു. എന്നിട്ടൊരു ചോദ്യം, ഞാൻ വരാതിരിക്കുമെന്ന്. ഞാൻ എത്തിയില്ലെങ്കിൽ ചത്തൂന്ന് കരുതിയാ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവള് പറയാ, എന്നാ അടുത്ത ട്രെയിൻ അവൾ തലവെക്കുമെന്ന്. എന്തൊരു സ്നേഹമല്ലടാ അവൾ. ആ, അടയാളം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആ ബുക്ക് സ്റ്റാളിന് മുമ്പിൽ നിൽക്കാന്നാ പറഞ്ഞത്. എന്തു പറ്റിടാ? ഒന്നുമില്ല. ഈ വിഷയത്തിലൊന്നും നീ ഇടപെടണ്ട. ഫുൾ സ്വിംഗിൽ അച്ഛന്റെ കൂടെ നിന്നോണം. എല്ലായിടത്തും നിന്റെ വക്രബുദ്ധി പ്രവർത്തിക്കണം. മോനെ, നിങ്ങൾ അവിടെ എന്തെടുക്ക? ആ ഉണ്ണിത്താൻ ഇങ്ങോട്ട് പുറപ്പെടാൻ അവിടെ പടയൊരുക്കം നടത്തുന്നു. ഇവിടെ നടക്കുന്നതൊക്കെ അയാൾ അറിഞ്ഞു. ഇതേ മുഹൂർത്തത്തിൽ നിന്നെ കൊണ്ടുപോയി ബലമായിട്ട് കെട്ടിക്കാനുള്ള പരിപാടിയാ. എങ്ങനെയെങ്കിലും അത് തടയണം. എന്തായാലും ഈ മുറ്റത്തൊരു ചോരപ്പുഴ ഒഴുക്കണ്ട. അതിനു മുമ്പ് ശത്രുപാളയത്തിൽ നമ്മുടെ രാഷ്ട്രീയ പടത്തട്ടെ. എടോ, ആ ഉണ്ണിത്താനടക്കം എല്ലാവരും ഇന്ന് തന്നെ ആസ്പത്രിയിൽ എത്തിയിരിക്കണം. ചുരുങ്ങി ഇത് 1 മാസം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങാവൂ. നിക്ക, വെട്ടും കൊലയും ബുദ്ധിയല്ല.
ഈ കാരണം കൊണ്ട് നാളെ നിങ്ങൾ എല്ലാവരും ജയിലിൽ കിടന്ന് അഴിയണേണ്ടി വരും. ഇത് എനിക്ക് വിട്ടാ, ഞാൻ സോൾവ് ചെയ്തോളാം. ഒറ്റയ്ക്ക് എന്നും ഞാൻ ഒറ്റയ്ക്കല്ലുള്ളൂ, അത് മതി. മോനെ നല്ല സൈസൊത്ത 10-20 അവിടെ കാണും. അവര് നിന്നെ നിരത്തും. കപ്പല് മറിക്കാൻ കൊഞ്ചുപൊടി മതിയെന്നല്ലേ കണക്ക്. അവരെ നേരിടാൻ എനിക്ക് ബുദ്ധിമതി, ശക്തി വേണ്ട. ബുദ്ധി നിങ്ങൾക്ക് കുറവാണെന്നറിയാം. എന്നാലും പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് വന്നത്. എല്ലാം വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കടാ. നമ്മളിപ്പോ പോണത് കുറുപ്പിന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് നമ്മൾ അടി തുടങ്ങുമ്പം എതിർ ടീമിലെ 3-4 എണ്ണം വെറുതെ വായും പൊളിച്ചു നിൽക്കണം. നമ്മളെ മുതലാളിയുടെ മേക്കിട്ട് കയറാൻ ചെല്ലും. മുതലാളിയുടെ എല്ല് പറപടാന്ന് ഓടിയനെ കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മുതലാളിയുടെ സംരക്ഷണ ചുമതല നിനക്കായിരിക്കും. എന്റെ ബോഡിയുടെ ചുമതല നിനക്ക്. ചെക്കനെ പൊക്കേണ്ട ചുമതല നിനക്ക്. എനിക്കാരാ ചെക്കൻ അറിയില്ല. കണ്ടാ കൊള്ളാൻ പിടിടാ. എനിക്ക് അവരെ തന്നെ വേണം. കൂട്ടത്തിൽ നല്ല പെങ്കൊച്ചുങ്ങളുണ്ടെങ്കിൽ വിടണ്ട. ഞാൻ കെട്ടിയിട്ടില്ല. നിന്നെ ഞാൻ കെട്ടിക്കെട്ടിക്കും. ഓ ആ എന്നാ പുറപ്പെടാം. ഓ അവന്മാരുടെ പാർട്ടിയാ. അടി ഇവിടുന്ന് തുടങ്ങിക്കോ. എന്താണ് പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങളുടെ കൈ വീണാൽ ഇവൻ ചത്തുപോകും. ഞരമ്പ് ഇവൻ ഞങ്ങൾക്കൊരല്ല. ഇവനെ പോലെ കുറെ എണ്ണ അവിടെ കാണൂ. അപ്പൊ നിങ്ങൾ തല്ലില്ലേ? അവൻ എന്റെ അടുത്തേക്ക് വരുന്നു. അടിയടാ. വേണ്ട. എന്താടാ തിന്നത്? വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ശത്രുവായിട്ടല്ല വന്നത്. പിന്നെ മിത്രമായിട്ടാണോ? അതെ. നിങ്ങളിപ്പോ അങ്ങോട്ട് ചെല്ലുന്നത് ബുദ്ധിയല്ല. ഇവന്മാരെക്കാളും നല്ല തന്റെ ഇടവും തടിമെടുക്കുമുള്ള ഷൊർണൂർ ഗുണ്ടകൾ അവിടെയുണ്ട്. ഈ ഓച്ചറ പ്രദേശത്തിന്റെ കയ്യിൽ അവര് ഭസ്മം. അതൊക്കെ വെറും തോന്നല. അവന്മാരുടെ കയ്യിൽ എങ്ങാനും ഇതുങ്ങളെ കിട്ടിയ അടിച്ചൊതുക്കി മടക്കി എടുത്ത് ആശുപത്രിയിലെത്തിക്കും. എന്നിട്ട് അവർ മനസ്സമാധാനത്തോടെ നാളെ കെട്ടെടുത്തുകയും ചെയ്യും. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞാൻ കൊച്ചുറുപ്പിനെ ഇവിടെ എത്തിക്കാം. സംശയിക്കണ്ട. എന്നും അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നവനാണ് ഞാൻ. സത്യമെല്ലാം അറിഞ്ഞത് ഇപ്പോഴാണ്. ഒരു പാവം പെൺകുട്ടിയെ വഞ്ചിച്ചിട്ട് മറ്റൊരു പെണ്ണിനെ താലി ചേർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഒരുക്കങ്ങൾ നടക്കട്ടെ. മുഹൂർത്തത്തിന് മുമ്പ് അവനെ ഞാൻ എവിടെ എത്തിക്കണമെന്ന് പറ. എത്തിക്കേണ്ടത് ഭഗവതി ക്ഷേത്രത്തിൽ. പക്ഷെ നിന്നെ വിശ്വസിക്കാവോ? വിശ്വസിക്കാം, ഉറപ്പ്. നീ ഇതുവരെ നിന്റെ ഉറ്റ സുഹൃത്തിനോട് കാണിച്ച അതേ സ്നേഹവും ആത്മാർത്ഥതയും നാളെ എന്നോടും കാണിക്കില്ല എന്നെന്താ ഉറപ്പ്? മനസ്സിലായില്ല. നീ എന്നെ വലിപ്പിക്കില്ല എന്നെന്താ ഉറപ്പ്? ഞാൻ വലിപ്പിക്കില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വലിപ്പീര് കേസുകളെ കണ്ടാൽ ഇവന്മാർക്കറിയാം. മണ്ഡപത്തിന്റെ പുറകെ വെള്ളം വിരിച്ചതാരാ? അത് അത്രയും ചുളുക്ക. ഞാൻ വൃത്തിയായിട്ട് കെട്ടുകയാണല്ലോ. നീ വല്ലതും ചെയ്യടാ. ഞാനൊന്നും ചെയ്തില്ല. വാല ഓടിച്ചോണ്ടിരിക്കാതെ പെട്ടെന്നാവട്ടെ. 4 മണിയാകുമ്പോഴേക്കും ആൾക്കാർ വരാൻ തുടങ്ങുമെന്നാ പറഞ്ഞത്. ആന്റി അറിഞ്ഞതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ ഒരു സംശയം മാത്രം ആയിക്കൂടെ. വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ ആന്റി ഒരു കാര്യം പറയൂ. സുധയ്ക്ക് ആ പയ്യനെ കുറിച്ച് വല്ല വിവരം കിട്ടിയിട്ടുണ്ടോ? അതൊന്നും ആന്റിക്ക് അറിയാൻ വയ്യ. പക്ഷേ എനിക്കൊരാളെ സംശയമുണ്ട്. അന്ന് പപ്പിയെ കാണണമെന്നും പറഞ്ഞ് ഇവിടെ അടുത്ത് വന്നില്ലേ? സംശയിക്കണ്ട, അവൻ തന്നെയാ. ആ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വലിയ വിളക്ക് ഒരെണ്ണമുണ്ട്. സാധാരണ ചെറുത് 5 എണ്ണവും വെക്കാറുണ്ട്, 2 എണ്ണവും വെക്കാറുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യടോ. 2 എണ്ണം മതി. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനാ ഭാവമെങ്കില് കൊന്നുകളയും ഞാൻ അവളെ. എടുത്തിയാടിയ പരിസരം അറിയും. ഇത് വളരെ ഗൗരവേറിയ വിഷയമാണ്. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? പരീക്ഷയൊക്കെ എങ്ങനെ ഇരുന്നു? നന്നായിരുന്നു. എന്നാ മോള് ചെല്ലേ. മോളുവാ. അവൾക്ക് നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. മോളെ, പന്തലിന്റെ പണിയൊക്കെ കണ്ടല്ലോ. നിനക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും തുറന്നു പറയാം, മടിക്കണ്ട. എല്ലാം മുത്തശ്ശന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. മതി മതി മതി. എല്ലാം നമ്മൾ അറിഞ്ഞു. അവൾക്ക് ഇതുവരെ അറിയില്ല. ആ സംസാരം മുഖഭാവം ശ്രദ്ധിച്ചോ? അവളെല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞ പോലെയുണ്ട്. ഏത് ട്രെയിനാന്നാ പറഞ്ഞത്? 8 മണിക്കെന്നാ പറഞ്ഞത്. ബാംഗ്ലൂർ വണ്ടിക്കായിരിക്കും. മുഹൂർത്തം 10-നും 10:30 ഇടയിൽ സമയമുണ്ട്. എന്തായാലും അവൾക്ക് പോകാനുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കുക. അവൾ അറിയാതെ തന്നെ. അച്ഛനത് എന്തിനുള്ള പുറപ്പാടാ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവളെ തല്ലി ചതച്ച് പൂട്ടിയിടണോ? മുഹൂർത്തത്തിന് പന്തലിലേക്ക് ഇറക്കി കൊണ്ടുവരുമ്പോ എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് അവളെ വിളിച്ചു പറഞ്ഞ അതോടെ വടക്കെടുത്തവരുടെ മാനം പോയില്ലടാ. നാളെ അവൾ ഒളിച്ചോടിയാ പിന്നെ നമുക്ക് അഭിമാന.
അവള് രാവിലെ സ്റ്റേഷനിലെത്തട്ടെ, അവനെയും കാത്തു നിൽക്കട്ടെ. പക്ഷേ അവിടെ അവൻ ഉണ്ടാവരുത്. മനസ്സിലായോ? അവനെ കാണാതെ ആവുമ്പോ എന്റെ മോൾ ഒരുപാട് വിഷമിക്കും. അതോടെ ബോധ്യാവും അവൻ ചതിച്ചു എന്ന്. പിന്നെ അവൾ എങ്ങും പോവില്ല, തിരിച്ചു വരും. നമ്മൾ നിശ്ചയിച്ചവൻ തന്നെ അവളുടെ കഴുത്തിൽ താലി കെട്ടും. എന്താ നിൽക്കുന്നത്? അപ്പുറത്ത് ഇരിക്കൂ. ചേച്ചി അവർക്ക് കഴിക്കാൻ. അതൊക്കെ ഞാൻ നോക്കണം. ആ ശരി ശരി. കവിതേ, നിനക്ക് എവിടുന്ന് കിട്ടിയടി ഇത്ര ധൈര്യം? ഒരാളെ സ്നേഹിക്കുമ്പോഴേ നിനക്കത് മനസ്സിലാവൂ. മുത്തശ്ശ, എന്താ മോളെ? എനിക്ക് കുടുംബക്ഷേത്രത്തിലൊന്ന് പോണോന്നുണ്ട്. അതിനെന്താ, മോള് പൊക്കോളൂ. കൂട്ടിന് ആരെങ്കിലും വേണോ? ശാരദേ, അല്ലെങ്കിൽ വേണ്ട. ഒറ്റയ്ക്കാവുമ്പോ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം, അനുഗ്രഹം മേടിക്കാം. മോള് ചെല്ല്. ഇതൊക്കെ മണ്ഡപത്തിലേക്ക് കേറുമ്പോ പോരെ, മോള് ചെല്ലൂ. ആർക്കും സംശയം തോന്നിയിട്ടില്ല. ഭഗവതി എന്റെ കൂടെ. അമ്മേ, ദൂരെ നിന്ന് എന്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവരൊന്ന് പിക്ക് ചെയ്യാൻ സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. നീ തന്നെ പോണോന്നുണ്ടോ? അവര് വേറെ ആർക്കും അറിയില്ലമ്മേ. ഞാൻ വേഗം വരാം. എന്നാ പോയിട്ട് വാ. അമ്മേ, സ്റ്റേഷനിൽ പോകുന്നതിന് എന്തിനാണ് അനുഗ്രഹം? ബാഗൊക്കെ നേരത്തെ ജീപ്പിൽ ഒളിപ്പിച്ചു വെച്ചാൽ നന്നായി. അച്ഛൻ എന്നെ കാണാതെ ടെൻഷൻ അടിക്കും. നീ വേണം ആശ്വസിപ്പിക്കാൻ. ഞാൻ ബാംഗ്ലൂർക്ക് വരുന്നെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. രജിസ്റ്റർ മാരേജ് ഒക്കെ നിന്റെ വീട്ടിൽ ചെന്നിട്ടാവല്ലേ? അതിന് ഇനി എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണാവോ? കല്യാണത്തെക്കാളേറെ അവളെ ഒന്ന് നേരിൽ കാണുന്നതിന്റെ ത്രില്ലാണ് ഞാൻ. എങ്ങോട്ടാ രണ്ടാളും കൂടി? എന്താടാ മണിക്കുട്ട? എനിക്കൊരു സത്യം അറിയണം. എന്റെ സരസുനെ നിനക്ക് കെട്ടണോ? നീ എന്താടാ ഈ പറയുന്നേ? ചോദിച്ചതിന് സമാധാനം പറ. സരസു നിന്റെ അല്ലടാ. പിന്നെ ഇവൻ തന്നെ ഉണ്ണിത്താന്റെ അടുത്ത് എത്തിക്കാന്ന് വാക്ക് കൊടുത്തതോ? മണിക്കുട്ട, നീ തെറ്റിദ്ധരിച്ചിരിക്ക. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ. അല്ല, ചോദിച്ചു നോക്ക്. എനിക്ക് അവനോട് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. നീ എന്റെ കൂട്ടുകാരനാ. പക്ഷെ ഇവൻ എന്റെ ജീവനാ. ഇന്നെന്റെ കല്യാണമാണെന്ന് അറിയാലോ. പക്ഷെ ആ പെണ്ണിനെ കെട്ടാൻ പോകുന്നത് ഞാനല്ല, ഇവനാ. അതും എനിക്ക് വേണ്ടി. അവൻ സ്നേഹിക്കുന്ന അവന്റെ പപ്പിയെ പോലും മറന്നിട്ട്. ഇങ്ങനൊരു മനസ്സ് വേറെ ആർക്കടാ ഉണ്ടാവുക? നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. സരസു എന്നോട് പറഞ്ഞതാ. ഇതിലെന്തോ ചതിയുണ്ട്. അനിയൻകുട്ടിയെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. നിനക്ക് വേണ്ടിയാടാ ഞാൻ ഈ ചീത്ത പേരൊക്കെ കേട്ടത്. അവനെ വെറുതെ അവൻ പറഞ്ഞ സത്യ. നിന്നെ ഉണ്ണിത്താന്റെ അടുത്ത് എത്തിക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. നീ എന്തിനാ എന്റെ പപ്പിയെ സ്നേഹിച്ചേ? നിന്റെ പപ്പിയെ ഞാനോ? അതെ, നീ സ്നേഹിച്ചു. അനിയൻകുട്ടി, ഞാൻ നിന്റെ പത്മജയും എന്റെ പപ്പിയും നിനക്ക് വേണ്ടി ഉറപ്പിച്ച ആ പെണ്ണും എല്ലാം ഒന്ന് തന്നെയാ. ഈ ലോകത്ത് മറ്റാരെക്കാളും കൂടുതൽ ഞാൻ എന്റെ പപ്പിയെ സ്നേഹിക്കുന്നു. അവളെ നിനക്ക് വേണ്ടി വിട്ടുതരാൻ ഞാൻ മഹാത്മാവൊന്നുമില്ല, വെറും മനുഷ്യനാ. എനിക്ക് അവളെ വേണം. അവളില്ലാണ്ട് എനിക്ക് ജീവിക്കാനാവില്ല. നിർത്തല പുല്ലേ. എനിക്ക് വേണ്ടി ആലോചിച്ചുറപ്പിച്ച എന്റെ പത്മയെ ഇത്രയും നാൾ എന്നിൽ നിന്ന് അകറ്റിയതും പോരാഞ്ഞ് ഇനി ഞാൻ നിനക്ക് അവളെ വിട്ടുതരയും വേണം അല്ലേ? കാണാൻ പോലും സമ്മതിക്കില്ല നിന്നെ ഞാൻ. അതിനെനിക്ക് നിന്നെ നിന്റെ അനുവാദം. നിന്നെ ഒന്ന് കാണാനുള്ള ആഗ്രഹത്തോടെ
ഒന്നിച്ച് ജീവിക്കാനുള്ള മോഹത്തോടെ അവളിപ്പോ സ്റ്റേഷനിൽ വരും. നിനക്ക് പകരം ഞാൻ അവിടെ എത്തും. എന്നിട്ട് ഞാൻ പറയും ഫോൺ ചെയ്യാറുള്ള അനിയൻകുട്ടി ഞാനാണെന്ന്, അവൾ ഇഷ്ടപ്പെടുന്ന അനിയൻകുട്ടി ഞാനാണെന്ന്. അവളത് വിശ്വസിക്കും. അതേ ട്രെയിനില് ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർക്ക് പോകും. പിന്നെ നീ എന്ത് തെളിവ് നിരത്തിയാലും ഒരു കാര്യമില്ല. അപ്പോഴേക്ക് അവൾ എന്റേത് മാത്രമേ കഴിഞ്ഞിരിക്കൂ. രണ്ടും തള്ളി ചാകുന്നതിന് മുമ്പ് പിടിച്ചു മാറ്റടാ. ഇവനിലേക്ക് വിട്ടേരെ. ഇവൻ നമ്മളെ പാർട്ടിയാ. എടാ, നീ എന്നെ വലിപ്പിക്കുമെന്ന് ഭയന്നാ ഞാൻ തേടി വന്നത്. അതേതായാലും നന്നായില്ലേ. കൊണ്ട് പോടാവനെ. ഒന്നിന്നെ ഇനി നിനക്കെന്തിനാ ടിക്കറ്റ്? കൊച്ചുറുപ്പിനെ കൊണ്ടുപോയി സമ്മതിക്കില്ല. നിനക്ക് എന്താ കാര്യം? ഓ, ആശ്രിത മത്സരമല്ലേ? തല്ലി കൊല്ലടാ ഇവരെ. മിടുക്കൻ. താങ്ക് യു. വാടാ ഇവിടെ. മുതലാളി പയ്യനും ഒപ്പിച്ചോണ്ട് വന്നു. പെണ്ണിനെ ഒരുക്കി കഴിച്ചില്ലേ? എന്നാ വിളിച്ചോണ്ട് വാടി. ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. എനിക്ക് കേക്കണ്ട. കരയാതെ മോളെ. ഇനിയും കിടന്ന് മോഹനത്തിനാ നീ കണ്ടെത്തിയ ചെക്കനെ കൊടുത്തതിനെ കെട്ടിക്കാൻ പോണേ. എനിക്ക് സരസ്വനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതൊക്കെ കെട്ട് കഴിച്ച് സൗകര്യം പോലെ ചോദിച്ചാ മതി. അതിനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരാം. എടാ, മിണ്ടരുത്. എല്ലാവരും കേൾക്കേണ്ട കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എടീ, നിന്നെ ഞാൻ കെട്ടണം. നീ സ്നേഹിച്ചത് എന്നെയാണോ? നീ അന്ന് ഒളിച്ചോടാൻ നോക്കിയത് എന്നോടൊപ്പമാണോ ഒന്ന്? ഇനിയും പേടിച്ച് നിൽക്കാതെ വാ തുറന്ന് പറയടി. ഞാനാണോ നിന്നെ കെട്ടേണ്ടത്? അവള് സ്നേഹിച്ചത് എന്നെയാ. എന്റെ അടുത്തേക്കാ അവളൊന്ന് ഒളിച്ചോടി വന്നത്. അപ്പൊ അതാണ് സത്യം. പക്ഷെ ആരും അറിയില്ല മോനല്ലേ. അതേന്ന് പാവം ചെക്കനാ. ഇത് വളരെ കഷ്ടമാണ്. ശരിയാ. ഇപ്പോഴെങ്കിലും നിനക്ക് നട്ടലുണ്ടായാലും തുറന്നു പറയാൻ. ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കുട്ടിയോട് ചോദിച്ചു നോക്കാം. നേരാണോ കുട്ടി? അതെ, എനിക്ക് മണിക്കുട്ടിനാണ് ഇഷ്ടം. സത്യം തുറന്നു പറഞ്ഞാൽ ഇവന്റെ തല കാണില്ലെന്നുള്ള പേടി കൊണ്ട് ഇത്രയും കാലം ഇത് മറച്ചു വെച്ചത്. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാ. ഞാൻ ഈ കുട്ടിയെ കെട്ടണോ അതോ പരസ്പരം സ്നേഹിക്കുന്ന ഇവർ തമ്മിൽ ചേരണം? ഉത്തരം ഞാൻ പറയാടാ. നീ തന്നെ കെട്ടിയാ മതി. അച്ചു, താലി ഇവിടെ. മുതലാളി, ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ കെട്ടു നടക്കേണ്ടത് മണിക്കുട്ടനും സരസ്വം തമ്മിലല്ലേ? അച്ഛനെ തുടർന്ന് ഞങ്ങൾ തൊഴിലാളികൾ ഒറ്റ കെട്ടാ. മണിക്കുട്ട, ധൈര്യമായിട്ട് പോയി താലി കെട്ടടാ. തന്റെ മോൾ ഒരുത്തിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മുഹൂർത്തത്തിന് മുമ്പ് പച്ചയായി തെളിഞ്ഞ സ്ഥിതിക്ക് ആ കല്യാണം തന്നെയാണ് നടക്കേണ്ടത്. മണിക്കുട്ട ചെല്ലടാ. നാദസ്വരം. മുതലാളി, ഈ താലി അവന്റെ കൊടുത്തിട്ട് കെട്ടാൻ പറ. നീങ്ങി വന്ന് മോളിങ്ങോട്ട് കെട്ടടാ. ആ മാല കെട്ടാ. അതും കൂടാ. കണ്ടില്ലേ, ആദ്യം നിങ്ങൾ പോകണ്ട, അവൻ ആളെ മനസ്സിലാവും. നീ ചെല്ല്, ഞാൻ വണ്ടിയിലിരിക്കാം. സാറെങ്ങോട്ടാ? ബാംഗ്ലൂർക്ക്. ഒറ്റയ്ക്ക്? ഇല്ല, ഫാമിലി ഉണ്ട്, ഇപ്പൊ വരും. എന്താ പ്രശ്നം? നിങ്ങളാരാ? ഇപ്പൊ മനസ്സിലായോ?
അനിയൻകുട്ടിയാണോ? അല്ല. 6526 നമ്പർ ട്രെയിൻ അല്പസമയത്തിനുള്ളിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്നതാണ്. ട്രെയിൻ നമ്പർ 6526 ബാംഗ്ലൂർ ബൗണ്ട് കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ് ലീവ് ഫ്രം പ്ലാറ്റ്ഫോം നമ്പർ 1 ഷോർട്ട്ലി. വന്നില്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയാൽ മതി. എങ്കിൽ അടുത്ത ട്രെയിനിൽ ഞാൻ തലവെക്കും. വന്നില്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയാൽ മതി. എങ്കിൽ അടുത്ത ട്രെയിനിൽ ഞാൻ തലവെക്കും. എനിക്ക് ഫോൺ ചെയ്യാനുള്ള അനിയൻകുട്ടി പറ, അത് നീയല്ലേ? നിനക്ക് എന്നെ അറിയാലോ, എന്നിട്ട് എന്നെ എന്തിനാ കളിപ്പിച്ചത്? നീയാണ് അനിയൻകുട്ടി ഒരു വാക്കെങ്കിലും എന്നോട് പറയായിരുന്നില്ലേ? അനിയൻകുട്ടി ഞാനാണ്. നിന്നെ സ്നേഹിച്ചിരുന്നു ഒരുപാട്. പക്ഷെ നീ
നീ സ്നേഹിച്ച അനിയൻകുട്ടി ഞാനല്ല. അവനാ നിന്റെ അനിയൻകുട്ടി. സ്നേഹത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ നിങ്ങളുടെ മുന്നിൽ എന്റെ സ്നേഹത്തിന് ഒരു വിലയില്ല. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നിങ്ങളെ ദൈവമാണ് കൂട്ടിമുട്ടിച്ച്. നിങ്ങൾ പരസ്പരം കാണാതിരുന്നതും അറിയാതിരുന്നതും ഞാൻ കാരണം. എന്റെ സ്വാർത്ഥത കൊണ്ടാ നിങ്ങൾ തമ്മിലുള്ള വിവാഹമാണെന്ന് നടക്കാനിരുന്നത്. എന്റെ ഈശ്വര, എന്തായി കാണുന്നത്? ഇത് വിധിയാ വരേട്ടാ. ഒളിച്ചോടിയെ കല്യാണം കഴിക്കുന്നവന്റെ ജാതകത്തിലുണ്ടായിരുന്നു. കെട്ടാൻ പോണ പെണ്ണിനെ കൊണ്ട് എന്നെ വിളിച്ചോടണോ? അതെ, അത് തന്നെയാ എനിക്കും അതിശയം. പൊറുക്കണം, എല്ലാം പൊറുക്കണം. ഞാൻ പോവാ ബാംഗ്ലൂർക്ക്. കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും വരണം. വരട്ടെ.